കൊണ്ടുപോ കൊണ്ടുപോ കൊണ്ടുപോ. എന്തോ എവിടെ കൊണ്ടുപോവാ? ഈ കൗണ്ടർ എവിടെ കിടന്ന് അളിയാതെ ആരെങ്കിലും എടുത്തോണ്ട് പോ. മീൻ വിൽക്കാൻ വന്ന അവിടെ ഒരു പത്രാസ്. ആ പെടക്കണ മീനെ കേറി വാ കേറി വാ കേറി വാ. ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ. എടി ഞാൻ ഓരോരുത്തരെ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വിളിച്ചു കയറ്റുമ്പോ നീ അവരോടല്ലേ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞാല്? ചേട്ടാ എന്റെ മീന്റെ പുറത്തിരിക്കും നീച്ചേനെ ഓടിക്കാൻ നിന്റെ അനുവാദം വേണോ? പച്ചമീനെ 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 പച്ചക്കള്ളം പച്ചക്കള്ളം പച്ചക്കള്ളം. എന്തോ അടി വിളിച്ച് പറയുന്നേ? പിന്നെ ഒരാഴ്ച മുമ്പ് ഐസിലിട്ട് വെച്ച മീനാണ് പച്ചമീൻ പോലും. ആ മീനെ 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 എന്തോ എന്തോ എന്തോ. എടി ഞാൻ മീനെ വിളിക്കുന്നതിന് നീ എന്തിനാണ് ഈ കിടന്ന് വിളിയേക്കുന്നേ? എടി എന്റെ പേര് മീനാന്നല്ല, അപ്പൊ ഞാൻ വിളിയേക്കണ്ടേ? നിനക്ക് മീനും ഒരേ പേരാതെ എന്റെ ഉച്ചയാണോടി? ഇനി മേലെ പേര് വിളിച്ചത് കേട്ടല്ലോ. പൊന്ന മീനെ പൊന്ന മീനെ പൊന്ന മീനെ. കേട്ടോ കേട്ടോ, അവളെന്നെ പറയുന്നുണ്ട് അവളുടെ മീന് പന്ന മീനാണ്. അവളെ വിളിച്ചാ നോക്കോണ്ട് മനസ്സിലാവണില്ലല്ലേ? നിന്നോടൊരു 10,000 വട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ ഏരിയ വന്ന് കച്ചവടം ചെയ്തെന്ന്. എടി എടി എടി, ഈ മുടിയും ബോബി ഇത് കണ്ണടയും വെച്ച് ഈ കൂതറ സാരിയൊക്കെ കൊടുത്തോണ്ട് ഇവിടെ കച്ചവടം ചെയ്യാൻ വന്നിരിക്കുമ്പോളെ 10 പൊട്ട ആമ്പിള്ളാര് നിന്നെ കാണാൻ വേണ്ടി വരും. അതിന്റെ കൂട്ടത്തിൽ എന്റെ മീനും കൂടെ ഒന്ന് വിറ്റ് പൊക്കോട്ടെ എന്ന് വെച്ചിട്ടാ ഞാൻ ഇവിടുന്ന് കച്ചവടം ചെയ്യുന്നത് കേട്ടാ. അല്ല എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നിനക്കെന്ത് യോഗ്യതയാടിയുള്ളേ? എന്ത് യോഗ്യത ഉണ്ടെന്നാ? ഇടി ഞാൻ കടപ്പുറത്ത് ജനിച്ചു വളർന്നവളാടി. കടലുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ആളായി ഞാൻ. അത്രയ്ക്ക് ബന്ധമുണ്ടെങ്കിലേ കടലിലെ 10 മീന്റെ പേര് പറയടി. 5 അയില 5 ചാള. നീ ഇപ്പൊ പറഞ്ഞതിനേക്കാളും നല്ല ഫ്രഷ് മീനാടി ഇരിക്കുന്നേ. ആ ചൂര 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 എടി അതിന് നിന്റെ പട്ടിന് പാര ഇല്ലല്ലോടി. എടി എന്റെ ജോലിക്ക് നീ ഒരു പാരാന്ന് പറഞ്ഞതാ. ആ കേറി വാ കേറി വാ. നല്ല ചൂടാ ചൂടാ ചൂടാ. നല്ല ചൂടാണെങ്കിൽ കുറഞ്ഞൊരു ഫാൻ മേടിച്ചു വേടി. അതല്ല കത്തിച്ചൂടാ കത്തിച്ചൂടാ കത്തിച്ചൂടാ. കത്തിച്ചൂടാന്നറിയാമെങ്കിൽ പിന്നെ എന്തിനാടി നീ കത്തിക്കാൻ നിക്കുന്നേ? മങ്കട മങ്കട മങ്കടേ. ആദ്യം നിന്റെ വാഴണേ. ഈ ചൂര എടുത്ത് നിന്നെ അടിച്ച് നിലത്തിടും കേട്ടോടി. ആ പിന്നെ എന്റെ ചൂര എന്താ മാങ്ങ പറിക്കാൻ പോവോ? നിന്റെ ചൂരക്ക് എന്താ ഓടി? എന്റെ ചൂര നിന്നെക്കാളും നല്ലതാടി. ആര് പറഞ്ഞടി? ഞാൻ പറഞ്ഞടി. നീ പറഞ്ഞല്ല ഓടി. ആ ഓടി. നീ പറഞ്ഞോടി ഞാൻ ചെയ്തതാ. അല്ല അതെ, നിങ്ങളിൽ എന്തിനാണ് ഈ കിടന്ന് വഴക്കുണ്ടാക്കണം? നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർന്നില്ലേ? അയ്യോ ഇത് ഞങ്ങൾ തമ്മിലുള്ള വഴക്കല്ല, ചൂരൻ ചൂര തമ്മിലുള്ള കാർട്ടൂണാ. ചൂര ചൂര ഫ്രഞ്ച് കിസ് അടിക്കായിരിക്കും. ഇതേ ഞങ്ങൾ തമ്മിലുള്ള വഴക്ക് ഇതിനെക്കാട്ടും വലിയ വഴക്കാ. അടി 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 അടി. ഞാൻ കഷ്ടപ്പെട്ട് ഈ മീൻ വിറ്റ് കാശുകൂട്ടാ ഞാൻ എന്റെ മക്കളെ വളർത്തിയത്. ഓ വളർത്തിയതിന്റെ കാര്യം നീ പറയല്ലേ? എടി നിന്റെ മോളല്ലടി മീൻകാരൻ കൂടെ ഒളിച്ചോടി പോയത്. ആരൊളിച്ചോടിപ്പോയെന്ന്? നിന്റെ മോള് തന്നെ. അയ്യടാ നട്ടുച്ചക്ക് പെട്ടി എടുത്തോണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞിട്ടേ ആ മീൻകാരൻ രാജന്റെ മീൻകൊട്ടക്കകത്തിരുന്ന് അവള് പോയത്. എങ്ങനെ പോയാൽ എന്തടി? അവള് നല്ല അന്തസ്സായിട്ടാടി ജീവിക്കുന്നത്. നിന്നെ പോലൊന്നും അല്ലടി. അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട് 4ാമത്തെ കെട്ടിയോന്റെ കൂടെ. ഇപ്പൊ മാട്രിമോണിയിൽ ഒരു പരസ്യം കൂടെ ഇട്ടിട്ടുണ്ട് 5ാമത്തെ കെട്ടിന് വേണ്ടി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ മോളെയാണ് കെട്ടില്ലമ്മ വിളിക്കുന്നേ? എടി എടി എടി, നിന്റെ ഈ സ്വഭാവം കൊണ്ടാടി നിന്റെ മാപ്പിള നിന്നെ ഇട്ടച്ചും പോയത്. പിന്നെ പോയി നിന്റെ മാപ്പിളേടി പോടി അങ്ങോട്ട്. അങ്ങേരെ അങ്ങ് അമേരിക്കയില് നല്ല അന്തസ്സായിട്ട് വങ്കട ബിസിനസ് ചെയ്തിട്ടാ ജീവിക്കുന്നത്. വങ്കട ബിസിനസിന് എന്തിനാടി നിന്റെ കെട്ടിയവൻ അമേരിക്ക പോയിരുന്ന് കച്ചവടം ചെയ്യുന്നേ? ആ വങ്കട എടുത്തോണ്ട് വന്ന് ഇവിടെ ഇട്ട് വിൽക്കുവായിരുന്നേ നല്ല കച്ചവടം കിട്ടിയേനെ. നിന്റെ മാപ്പിള നിന്റെ കൂടെ കണ്ടേരടി. ഞാൻ പറഞ്ഞത് ഫീലായോടി? ഫീലായിട്ട് കരഞ്ഞതല്ല, നിന്റെ ആ മംഗളകാപടിയായിട്ട് കരഞ്ഞതാ. ബാക്കി നാളെ കരയാം. നിന്നോട് അവസാനമായിട്ടൊരു കാര്യം പറയാം. ഈ സാധനമൊക്കെ എടുത്ത് ഇപ്പൊ ഇറങ്ങിക്കോ. സൗകര്യമില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് കച്ചവടം. നീ എന്റെ അടിയോടി. ആ നമുക്ക് കാണാടി. എടി എന്റെ ചന്തയടി ഇത്. ഞാൻ എന്റെ സ്വന്തം ചന്തയിലേ ഇരിക്കൂ. നീ മാത്രമല്ലടി, എല്ലാരും ഓരോരോ സ്വന്തം ചന്തയിലേ ഇരിക്കൂ. പോലീസിനെ അതിനു മുമ്പേ ഞാൻ എന്റെ മോനെ വിളിച്ചിട്ടുണ്ടടി. നിന്റെ മോനെ തടി വല്ല പോലീസുകാരനാണോ? പോലീസ് ഒന്നും അല്ലടി, അവൻ നല്ല 1ാം തരം ബ്ലോഗറാ. ബ്ലോഗറോ? ആ അവൻ ഈ സിനിമയുടെ ഒക്കെ റിവ്യൂ എടുക്കുന്നവനാ. മോശ സിനിമയെ നന്നാക്കി പറയാനും നല്ല സിനിമയെ മോശമാക്കി പറയാനും അവൻ പറ്റും. അവൻ ഇവിടെ വരും, റിവ്യൂ ചെയ്യും, നിന്നെ നാട്ടിക്കോടി. നീ നോക്കിക്കോടി. നമുക്ക് കാണാടി. പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. സാധാരണ നമ്മള്
തിയേറ്ററിൽ ഇരുന്ന് സിനിമയുടെ റിവ്യൂ ചെയ്യാറാണ് പതിവ്. ഇപ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മൾ വന്നിരിക്കുന്ന ഒരു മാർക്കറ്റിലാണ്. സൂപ്പർ മാർക്കറ്റില്ല, ഫിഷ് മാർക്കറ്റ്. ഈ മാർക്കറ്റിന്റെ പേരെന്താണ്? പച്ചാളം മാർക്കറ്റ്. പച്ചാളം മാർക്കറ്റ്. ഇവിടെ കുറെ അമ്മച്ചിമാരും ചേച്ചിമാരും മീൻ വിൽക്കുന്നുണ്ട്. ഇവിടെ സ്ക്രീൻ 1ലും സ്ക്രീൻ 2ലും ആയിട്ടാണ് മീനുകൾ ഓടുന്നത്. നമുക്ക് സ്ക്രീൻ 1ലേക്ക് വന്ന് കഴിഞ്ഞാൽ ഈ മീനൊക്കെ കാണുമ്പോ തന്നെ നിങ്ങൾക്കറിയാം നല്ല കിണ്ണം കാച്ചാല സൂപ്പർ അടിപൊളി സൂപ്പർ. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ സൂപ്പറാന്ന് പറയുന്നത്? പിന്നെ കാണാത്ത സിനിമ ഞാൻ എത്രയോ സൂപ്പറാന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നാണ് ഈ മീനിന്റെ കാര്യം. ഈ അമ്മയെ കാണുമ്പോ തന്നെ അറിയാം അമ്മ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അമ്മയുടെ പേരെന്താണ്? പെറ്റ തള്ളയുടെ പേര് നിനക്ക് അറിഞ്ഞൂടാ? താണ്ട കൊണ്ട് കളഞ്ഞു. എന്റെ അമ്മ അമേരിക്കയിലാന്ന് ഞാൻ പറഞ്ഞു വെച്ചേക്കണേ. എടാ മീൻ കച്ചവടത്തിന് നിനക്ക് എന്താണ് ഇത്ര അന്തസ് കുറവ്? ഈ അയില വിറ്റ കാശ് കൊണ്ട് തന്നെ കേട്ടോ നിനക്ക് ആപ്പിളിന്റെ ഫോൺ റിവ്യൂ എടുക്കാൻ വേണ്ടി മേടിച്ചത്. അത് നീ മറക്കരുത്. ഞാൻ ചോദിക്കുന്നതിന് മറുപടി തന്നാ മതി. ഹലോ ഗായ്സ്, വീഡിയോക്ക് ചെറിയൊരു ഇഷ്യൂ വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ അമ്മ ഒന്ന് പരിചയപ്പെടുന്നത് തന്നെ ആയിരിക്കും. അമ്മയ്ക്ക് ഈ മീനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഹലോ ഗൂയ്സ്, മക്കളുമാരെ എല്ലാരും ഓടി വായോ. അപ്പൊ പച്ചാളം മാർക്കറ്റില് മക്കളുമാര് കുറച്ചുകൂടെ നേരത്തെ പിടിയടാ. പച്ചാളം മാർക്കറ്റിൽ വരുവാണെങ്കിൽ അമ്മച്ചിയുടെ അടുക്ക തന്നെ വന്ന് മീൻ മേടിക്കണം. അല്ലാതെ ഇവിടുത്തെ പോലെ ചെലവരുമാരെ പോലെ നാറിയ മീനൊന്നും അമ്മച്ചി വിൽക്കാറില്ല. നല്ല മീൻ മാത്രമേ അമ്മച്ചി വിൽക്കാറുള്ളൂ. മതി. അപ്പൊ നമുക്ക് ഇനി സ്ക്രീൻ 2ലേക്ക് വരാം. സ്ക്രീൻ 2ല് വേറെ അമ്മച്ചി. ആരാ നിന്റെ അമ്മച്ചി? 18 വയസ്സുള്ള ഒരു തരുണിമണി ഇവിടെ മീൻ വിൽക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. ഈ മീനിനെ കുറിച്ച് സെക്കൻഡ് സ്ക്രീനിലെ മീനിനെ കുറിച്ച് ഞാൻ ചെറിയ റിവ്യൂ നിങ്ങൾക്ക് എടുക്കുന്നുണ്ട്. ഒരു മീനിങ് തരാമോ? ഗൈസ്, ഈ മീൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ ഇതിന്റെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ നല്ലോണം ചീനുണ്ട്. ഇതൊക്കെ മാറ്റി കള. അടുത്തൊരു മീനിയാണ്. ഇത് നല്ല മീനാണ് ഗൈസ്. ഈ മീൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ടൈറ്റിലും ടൈലന്റും ഒക്കെ നല്ലതാണ്. പക്ഷെ ഇതിന്റെ നടുക്കുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ കുറച്ച് കാമ്പില്ല, ഒരു കട്ടിയില്ല, കണ്ടൻസിന് ഒരു കാമ്പില്ല. ഇത് മാറ്റി കളയുന്ന മീനിങ് തന്നെ. ഇത് പ്രേക്ഷകരെ ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മീനിന്റെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ ഇതിന്റെ ക്ലൈമാക്സ് ഇല്ല. ക്ലൈമാക്സ് എവിടെയോ ഒടിഞ്ഞു വീണിട്ടുണ്ട്. ഈ ക്ലൈമാക്സ് എവിടെ പോകുന്ന ആർക്ക് പറഞ്ഞു? അത് പെട്ടി നിറക്കി വെച്ചപ്പോ ഒടിഞ്ഞു പോയതായിരിക്കും. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് സ്ക്രീനിലെ മീൻ ഒട്ടും കുളത്തില്ല, നാറിയതാണ്. ഇത് 1 മാസമായി കേറാൻ തുടങ്ങിയിട്ട്. പക്ഷെ ആദ്യം തള്ളിക്കയറ്റമില്ല. പക്ഷെ സ്ക്രീൻ 1ല് അല്ല ഇന്ന് നീണ്ട കാര്യം റിലീസ് ചെയ്താണ്. കിട്ടുക്കാച്ചി മീനാണ്. അപ്പൊ എല്ലാരും പച്ചാളം മാർക്കറ്റ് വരുമ്പോൾ മാക്സിമം സ്ക്രീൻ 1ലെ മീൻ തന്നെ മേടിക്കാൻ നോക്കുക. അല്ല സ്ക്രീൻ 2ലെ മീൻ ആരും ചെന്ന് ചാടിപ്പെടല്ലേ. അപ്പൊ എല്ലാവർക്കും ബൈ. അപ്പൊ വേറൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ. പോയി. അമ്മക്കിനി നല്ലോണം കച്ചവടമൊക്കെ കാണും. അമ്മക്കിനി മൊത്തം പൈസയുടെ മേളമായിരിക്കും. എടി ഇനി നിന്റെ മീനൊക്കെ അവിടെ നിന്ന് ചീഞ്ഞ് നാർത്തെ ഉള്ളടി ഇട്ടേച്ച് പോടി. നിനക്ക് പറ്റത്തില്ല, പോടി അങ്ങോട്ട്. പറയടാ മോനെ. 5000 രൂപയും കിട്ടും. 5000 രൂപ. പിന്നെ ഞാൻ അമ്മയുടെ മീന് വേണ്ടി ഇവിടെ ഒന്ന് റിവ്യൂ ചെയ്തില്ലയോ? അപ്പൊ എനിക്ക് 5000 രൂപ വേണം. നിന്റെ പെറ്റ് തള്ളക്ക് റിവ്യൂ എടുക്കണമെങ്കിൽ നിനക്ക് ഞാൻ പൈസ തരണോടാ. അമ്മയാലും അച്ഛനായാലും ഞാൻ റിവ്യൂ എടുക്കണം. പൈസ മേടിക്കാൻ എനിക്ക് പൈസ ഇപ്പൊ കിട്ടണം. എന്റെ കയ്യിൽ നിനക്ക് കിട്ടിയത് തന്നെ പൈസ. ഇങ്ങോട്ട് വന്നേ. എന്താ അമ്മ തരുണിമണി എന്താ ഈ മീനിനെ കുറിച്ച് പറഞ്ഞേ? കൊള്ളത്തില്ല, 1 മാസം ആരും തള്ളിക്കട്ടില്ലെന്ന്. പിടിച്ചോ. ആര് പറഞ്ഞു കൊള്ളത്തില്ലെന്ന്? ആ പറഞ്ഞവനെ എനിക്കൊന്ന് കാണണമല്ലോ. ഹലോ ഗായ്സ്, ഞാൻ മുമ്പേ പറഞ്ഞത് ചെറിയൊരു തെറ്റുണ്ട്. സ്ക്രീൻ 1ല് ഇന്ന് കർണാടകയിൽ സെൻസർ ബോർഡ് മരുന്നടിച്ചു വിട്ട മീനാണ്. ഇതാരും മേടിക്കില്ല. ഇന്ന് നീണ്ട കരയെന്ന് റിലീസ് ചെയ്യുന്നത് ഈ മീനാണ്. സ്ക്രീൻ 2ലാണ്. അപ്പൊ എല്ലാവരും സ്ക്രീൻ 2ല് വന്ന് മാക്സിമം മേടിക്കാൻ നോക്കുക. അപ്പൊ എല്ലാവർക്കും ബൈ. എടാ നീ ഇത്രയും നേരം എന്റെ മീനെ അങ്ങ് പൊക്കി അടിച്ചിട്ട് നിനക്ക് 10 പൈസ കിട്ടിയപ്പോ നീ പറഞ്ഞ റിവ്യൂ എല്ലാം മാറ്റി പറയുന്നല്ലടാ. എന്തോന്നാടാ ഇത്? അമ്മ ഇതാണ് പെയ്ഡ് പ്രൊമോഷൻ. പെയ്ഡ് പ്രൊമോഷൻ അല്ലടാ നിന്റെ. അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഒരുപാട് തിയേറ്ററിൽ പോയി ഒരുപാട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയെ മോശമാക്കി പറഞ്ഞു, മോശം സിനിമയെ നല്ലയാക്കി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഓരോരുത്തൂന്നും ചൂലിനടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇതുപോലെ ചൂരച്ചടി കിട്ടുന്നത് എന്റെ അമ്മേ.